ചിക്കു ഈ വീഡിയോ കണ്ടായിരുന്നു ഒന്നത്തെ? ചിക്കു ആ വീഡിയോ കണ്ടിട്ട് എന്നോട് അഭിപ്രായം ചോദിക്കാൻ പറഞ്ഞായിരുന്നു. എന്താ എന്റെ അഭിപ്രായം? അതിനെ കുറിച്ച് എന്റെ വിലയിരുത്തൽ എന്താ? വീഡിയോനെ നിനക്കൊക്കെ വല്ല കഴിവുണ്ടോ? നിന്നെ നാട്ടുകാരറിയോ? ബാക്കിയാ പറയണോ? ഇല്ല, പറ. എന്താ എനിക്ക് പറയാനുള്ളത് പറ. എന്നെ മാത്രല്ല പറഞ്ഞത് സുഭാഷ് ചേട്ടാ, അന്യം ചേർത്താ പറഞ്ഞത്. അപ്പൊ ഈ എന്തായാലും മറുപടി പറയണം. എന്റെ ശ്രീ ചേച്ചിയെ, അത് സംഭവം ഉണ്ടല്ലോ, നമ്മൾ പെൺകുട്ടികളായതുകൊണ്ട് മാത്രമാണ് അതൊരു ഡിസ്കഷൻ ടോപ്പിക് പോലെ ആവുന്നത്. മനസ്സിലായോ? ആൺകുട്ടികളാണെങ്കിൽ അതിപ്പോ ഒരു ഡിസ്കഷൻ ടോപ്പിക് ആണോ? ഇപ്പൊ ഈ നമ്മുടെ ഈ കൊരങ്ങനജു വീട്ടിലുണ്ട്. ഇതാണ് കൊരങ്ങനജു. ഞാനിതിലില്ല. അളിയൻ പറഞ്ഞ അളിയനെ പിടിക്കണം. അപ്പൊ നമ്മുടെ അല്ലെങ്കിൽ ഇവനായിരുന്നു എങ്കില് ഇവൻ രാവിലെ എണീക്കാത്തതോ അല്ലെങ്കിൽ രാവിലെ അടുക്കള കയറാത്തതോ അല്ലെങ്കിൽ അമ്മേനെ ഹെൽക്കാത്തതോ ഈ വക കാര്യങ്ങളൊന്നും ഒരു ഡിസ്കഷൻ ടോപ്പിക് പോലും ആവാൻ പോണില്ല. ഈ ടോപ്പിക്കിന് ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഈ മറ്റേ ആൺകുട്ടി എന്ന് പറഞ്ഞിട്ട് രാവിലെ എനിക്ക് ചോറ് വേണം, ചായക്ക് കടി വേണം, എനിക്ക് ഇന്ന കടി വേണം, ഇത് കിട്ടിയാൽ ഞാൻ കഴിക്കൂല, അങ്ങനെയൊക്കെ ഞാൻ പറയലുണ്ടോ? എന്താ ഉണ്ടാക്കിയത് അത് കഴിക്കൂ അല്ലേ? പിന്നെന്താ ഇന്ന പോയിന്റ് ചെയ്യേണ്ട ആവശ്യമല്ല, ഞാൻ ഉള്ളതില്ലാതെ പോലെ. അപ്പൊ ഞാൻ പറയുന്നത് എന്താ അറിയോ, നമ്മൾ ചെയ്തോ ചെയ്തില്ല അതൊന്നും അല്ല ഞാൻ പറയുന്നത്. പെണ്ണായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു ഡിസ്കഷൻ ടോപ്പിക് പോലും നമ്മുടെ കാര്യത്തിൽ വന്നത്. അത് ആദ്യം മനസ്സിലാക്കണം. ഒന്ന് ഇനി എന്താ ചോദിക്കാനേ ചിക്കോ? പിന്നെ വേറെ കാര്യം വേറെ കാര്യം കൂടി പറയട്ടെ ശ്രീ ചേച്ചി. ശ്രീ നോക്ക്, ഈ ഇങ്ങോട്ട് നോക്ക്. അങ്ങോട്ട് നോക്കിട്ട് നോക്കുന്നോ? അല്ലല്ലേ പറയട്ടെ, സോറി. എല്ലാരും ഇങ്ങോട്ട് നോക്കണേ. അതായത് ഈ പെണ്ണുങ്ങളെ കാര്യത്തിലുണ്ടല്ലോ, പെണ്ണുങ്ങളെ ബുദ്ധിമുട്ടുകളെ എപ്പോഴും ആളുകൾ പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുക. കേട്ടില്ല. ആ പെണ്ണുങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്കാണ് ആളുകൾക്ക് എപ്പോഴും പ്രൈസ് ചെയ്യുക. എങ്ങനെ? അല്ലല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തിനാ സ്പെസിഫൈ ചെയ്ത് പറയേണ്ട ആവശ്യം? പെണ്ണ് ആണ് എന്നൊക്കെ സ്പെസിഫൈ ചെയ്ത് പറയേണ്ട ആവശ്യം എന്താ? സ്പെസിഫൈ ചെയ്യണം. ഈ ഒരു ടോപ്പിക് ഡിസ്കഷനിൽ വന്നതേ അത് പെണ്ണായതുകൊണ്ടാണ്. ഇവിടെ അലിയനെ പറഞ്ഞു. ഒരു മിനിറ്റ്, ഞാൻ സൂനിയും കൂടി ഞാൻ ഡിസ്കഷൻ സുഭാഷ് ചേട്ടനെ വിളിക്കട്ടെ. ഒറ്റ മിനിറ്റ് ചിക്കോ നിക്ക്. സുഭാഷ് ചേട്ടാ, സുന്ദരി ഉണ്ടല്ലോ മോളെ. ചിരി ഓളൊന്ന് തണുത്തുണ്ടാവും പകുതി. എന്നാ ഇത് അളിയനോട് തന്നെ പറ, സുഭാഷ് ചേട്ടനോട് തന്നെ പറ. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു വരാണേ, പെൺകുട്ടികളായതുകൊണ്ട് മാത്രം ഇതൊക്കെ ഒരു ഡിസ്കഷൻ ടോപ്പിക് ആയത്. ആ സ്ക്രീന് താഴേക്ക് വെക്ക്. ചിക്കോ, നിങ്ങളെ പെൺകുട്ടികളുടെ മനസ്സിൽ മാത്രമാണുള്ളത് ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള കൺസെപ്റ്റ്. നിങ്ങളെ പെൺകുട്ടികളുടെ മനസ്സിൽ മാത്രം. കാരണം എന്താ അറിയോ, നിങ്ങൾക്കൊരു തോന്നലുണ്ട് ഞങ്ങൾ വളരെ താഴെയാണ്, ഞങ്ങളെ കൊണ്ടൊന്നും പറ്റുന്നില്ല, അങ്ങനെ തോന്നലുള്ളത് കൊണ്ട്. അല്ലെങ്കിൽ അങ്ങനെ തോന്നലില്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്തിനാണ് ആൺകുട്ടി പെൺകുട്ടി ചിന്തിക്കേണ്ട കാര്യം എന്താ? നമ്മളവിടെ ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ ഇല്ല. നമ്മുടെ ജനറേഷൻ മാറി അല്ലേ? നമ്മൾ പണ്ടത്തെ ജനറേഷൻ അല്ല ഇപ്പോൾ ജീവിക്കുന്നത്, ഒരുപാട് അപ്ഡേറ്റഡ് ആയ ജനറേഷനാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? പിന്നെ ഞാൻ കുറ്റം പറഞ്ഞാൽ എൻ്റെ ഭാര്യേൻ്റെ എൻ്റെ അനിയത്തിൻ്റെയാണ്. ആ കുറ്റം പറയാനുള്ള അവകാശം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നിയ എന്നൊക്കെ ഞാൻ പറയട്ടെ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞിട്ട് ഞാനൊരു മെയിൽ ഷോവനിസ്റ്റൊന്നുമല്ല, ഞാനിതൊന്നും ചെയ്യാത്ത ആളല്ല. നിങ്ങൾ ചെയ്യണേക്കാട്ടിലും നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ ഇന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്നുള്ള ഉറപ്പെനിക്കുണ്ട്. അതെന്താ പറയാ, അത് ഞാനൊരു ചെയ്തു തരുന്ന സേവനോ ഡ്യൂട്ടിയോ ഒന്നുമല്ല. എന്താ അറിയോ, ആൺകുട്ടികൾ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ചെയ്തു തരുന്ന എന്തോ ഔദാര്യാണ്. അത് ആ ഒരു ചിന്ത. ആണുങ്ങൾക്ക് ഒരു കാര്യം ചെയ്താലേ, ഇപ്പൊ ഒരു വീട്ടില് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അതല്ലെങ്കിൽ വീട്ടിലെ അടുക്കള പണികളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവരത് ഹെൽപ്പാ, അവർക്കത് ഡ്യൂട്ടി ആവില്ല. പക്ഷെ പെണ്ണുങ്ങളെ സംബന്ധിച്ചുണ്ടല്ലോ അത് അവരുടെ ഡ്യൂട്ടി
ഒരിക്കലും ഒരു ഡ്യൂട്ടി അല്ല. നമ്മളിപ്പോ അല്ല സുഭാഷേട്ടാ, ഇപ്പൊ ഡ്യൂട്ടി അല്ലാന്ന് പറഞ്ഞു. അതെന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ഇപ്പൊ ഗൾഫിലൊക്കെ ജീവിക്കുന്നവർക്ക് ഓക്കെ, അതൊക്കെ അംഗീകരിക്കും. പക്ഷെ നാട്ടിലെ സമൂഹത്തിൽ ജീവിക്കുമ്പോ ഈ ചിക്കു പറഞ്ഞ തന്നെയാ കറക്റ്റ്. ഇതൊക്കെ നമ്മളെ ഡ്യൂട്ടി ആയിട്ട് മാറും. അപ്പൊ എന്താ നിങ്ങളെ വീട്ടിലെല്ലാ പണി ചെയ്യേണ്ട നിങ്ങളെ അമ്മേന്റെ ഡ്യൂട്ടിയാ ആണോ? ഇല്ല, ഞാൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ രണ്ടാളും അമ്മ എടുക്കുന്ന റെസ്പോൺസിബിലിറ്റീൻ്റെ 30% പോലും എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. വേറെ ഞാൻ എന്താ പറഞ്ഞതറിയോ, ഞാൻ വന്ന് കാണുന്ന ഒരവസ്ഥ ഉണ്ട്. കാരണം വെച്ചാൽ അമ്മ രാവിലെ എഴുന്നേൽക്കുക, അമ്മയ്ക്ക് അമ്മേൻ്റെതായ കുറേ ടെൻഷൻസ്, അമ്മേൻ്റെതായ കുറേ ഇത്. നിങ്ങൾ രാവിലെ റിലാക്സ് ആയിട്ടാണ് നീക്കണത്. അമ്മ നിങ്ങളെ വിളിച്ചുണർത്തുന്നില്ല, അമ്മ നിങ്ങളോട് ഇത്ര സമയത്ത് നീക്കണം എന്ന് പറയുന്നില്ല, ഒന്നും നിങ്ങൾ റിലാക്സ് ആയിട്ട് എഴുന്നേൽക്കുന്നു, റിലാക്സ് ആയിട്ട് വരുന്നു. അപ്പോഴും വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു നിർബന്ധമല്ല ഇന്നത് പോയി അമ്മയ്ക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പറഞ്ഞാൽ പുള്ളിക്കാരി നിങ്ങളെ കുറ്റപ്പെടുത്താറില്ല. ഇല്ല, എനിക്കറിയാം, ഇപ്പോൾ പുള്ളിക്കാരി കുറ്റപ്പെടുത്തൂല്ല. അപ്പോൾ ഒരു കുടുംബം എന്ന് പറയുന്നത് ഭർത്താവും ഭാര്യയും മക്കളും അടങ്ങുന്നതാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വീട്ടിലെ റെസ്പോൺസിബിലിറ്റി എല്ലാവർക്കും, അത് ഭർത്താവായിക്കോട്ടെ, മോനായിക്കോട്ടെ, അമ്മ ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരേ ശ്രീമോളോട് സുഭാഷേട്ടൻ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നില്ല എന്നല്ല പറയണ്ടേ, പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരു സമയമുണ്ട്. എല്ലാത്തിനും ഒരു സമയമുണ്ട് അല്ലേ, ചെയ്യേണ്ടതായിട്ടുള്ളൊരു സമയമുണ്ട്. നിങ്ങളെ മനസ്സിൽ എന്തിനാ നിങ്ങളെ മനസ്സിൽ അങ്ങനത്തെ എന്തുകൊണ്ടാണ് നിന്റെ മനസ്സിൽ നീ പെൺകുട്ടിയാണ് എന്നുള്ള തോന്നലുണ്ടായത്? എന്തുകൊണ്ടാണ്? അതൊരിക്കലും ആ ഒരു തോന്നലാണ് ഏറ്റവും വലിയ തെറ്റ്. എന്താ പറഞ്ഞത്? എന്നാ കേട്ടോ സുഹൃത്തുക്കളെ, സഹൃദയരെ, ഈ സുഭാഷേട്ടൻ എന്നെ അങ്ങനെ പറഞ്ഞു പറ്റിച്ചിരുന്നു. അല്ല, ഞാൻ പറ്റിച്ചിട്ടില്ല ചക്കു. ഞാൻ പറ്റിച്ചിട്ടില്ല ചക്കു. ഞാൻ സത്യമായിട്ട് നെഞ്ചു തട്ടി പറഞ്ഞ കാര്യമാണ്. സത്യമായിട്ട് അന്ന അനിയത്തിയായിട്ട് കിട്ടാൻ ഞാൻ വീഡിയോ എന്താ പറഞ്ഞത്, ചിക്കുനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചിക്കുന് അനിയത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവളെ കിട്ടണമെന്നുള്ളത്. അല്ല, പറ്റിച്ചു എന്നാ പറഞ്ഞത്, ഞാൻ കേട്ടതാ. അത് ചിലപ്പോ ഫ്ലോയിൽ പറഞ്ഞു പോയത്. അല്ല ചിക്കോ, ഇവനെ ഇപ്പൊ കാല് മാറുകയാണ്. ഇത് കേക്ക് സത്യമായിട്ട്. പക്ഷെ അന്ന അനിയത്തിയായിട്ട് കിട്ടാൻ വേണ്ടി ഇത്രയും വലിയൊരു വില ഞാൻ കൊടുക്കേണ്ടി വരുന്ന എനിക്ക് അറിയില്ലായിരുന്നു. അത് ഓർക്കുമ്പോൾ ഉള്ളൊരു ദേഷ്യം മാത്രമേ എനിക്കുള്ളൂ. ആരോടോ ദേഷ്യം? കാരണം എന്താ അറിയോ, അന്നിങ്ങനെ സത്യത്തിൽ എനിക്ക് പെങ്ങന്മാരൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. നമുക്ക് ഒരു ജോലിക്ക് പോകുമ്പോൾ ഒരു പെങ്ങളുണ്ടെങ്കിൽ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക. അന്നപ്പോൾ ഞാൻ പിന്നെ മോഹൻലാലിൻ്റെ കട്ട ഫാനായതുകൊണ്ട് അന്ന് ഉസ്താദൊക്കെ ഇറങ്ങിയ സമയമാണ്. സുഭാഷേട്ടന് കിട്ടിയ ഏറ്റവും വലിയ ആപ്പാണ് അത്, ഞാൻ കൊടുത്ത ആപ്പാ. എടി അന്ന് എന്നെ കൊണ്ട് പാടിക്കൂലായിരുന്നു ആ പാട്ട്. അന്ന് ഭയങ്കര ഉസ്താദ് ഞാൻ മോഹൻലാലിന്റെ കട്ട ഫാനാണ്. അന്ന് ഉസ്താദൊക്കെ ഇറങ്ങിയ സമയമാണ്. അപ്പോഴൊക്കെ എന്റെ റിംഗ് ടോൺ എൻ്റെ പാട്ടായിരുന്നു, എല്ലാം എൻ്റെ പാട്ടായിരുന്നു. പിന്നെ ഒരു 100% ഇല്ലെങ്കിൽ ഒരു 40% വരെ സത്യമായിരുന്നു. സത്യത്തിൽ അന്നയും കൂടി ഉൾക്കൊണ്ടിട്ട് തന്നെയായിരുന്നു ഞാൻ ഈ മുതലിനെ കെട്ടാൻ തീരുമാനിച്ചത്. അയ്യോ, അതിന്റെ ഇടയിൽ കൂടി എനിക്കും കിട്ടി 2 ചോക്കോമാർ. ചിക്കോ, അന്ന് എന്നെ കൊണ്ടേ ഒരു പാട്ട് പഠിപ്പിക്കില്ലേന്ന്, അതൊന്ന് പാടിക്കാം. പാട് ശരിക്കും പാട്. അല്ല, ചിക്കുനെ കൊണ്ടേ ശരിക്കും പാട്ട് കേക്ക്. ഇത് കേക്ക് ചിക്കോ, ഇത് കേക്ക്. ഞാൻ ചിക്കുനെ കൊണ്ട് ആദ്യം പാടിപ്പിച്ച പാട്ട് വെണ്ണില കൊമ്പിനല്ല. അത് നമ്മൾ ബോണ്ടിങ് ആയിട്ടില്ലായിരുന്നു. ഞാൻ ആദ്യം പാടിപ്പിച്ച് ഞാൻ എൻ്റെ ലവ് ഫെയിലറൊക്കെ ആയിട്ട് തകർന്ന് നിൽക്കുമ്പോൾ നീലാവേ ആ പാട്ടായിരുന്നു. ആ പാട്ടൊന്ന് പഠിക്കാം. അതൊന്ന് ട്യൂണിൽ പാട്, 2 ലൈന് പാട്.
പലോലി അതല്ലേ? ആ ഇത് കേക്ക്, ഈ പാട്ട് അന്നും ഞാനിങ്ങനെ ലവ് ഫെയിലറൊക്കെ ആയിട്ട് തകർന്നിരിക്കുന്ന സമയത്താണ് ശ്രീമോളെ പരിചയപ്പെടുന്നത്. ശ്രീമോളെ പരിചയപ്പെട്ട് പിന്നെ ഒരു ഗ്യാപ്പിൽ നമ്മളാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. അന്ന് ഈ അന്നെ കാണാൻ വേണ്ടി ലിറ്റിൽ കളർ വരുമ്പോൾ ഇത്ര ഇന്നത്തെ അത്ര ഒന്നുമില്ല, പകുതി ഒരു ചെറിയൊരു കുട്ടി, ഒരു പൊട്ടിക്കുട്ടി 8ാം ക്ലാസ്സിൽ. അക്കൂൻ്റെ അത്ര പോലും ഇല്ലാന്ന് തോന്നുന്നു എനിക്ക്. അന്ന് അന്നെ ഇങ്ങനെ വിളിച്ചു ഈ പാട്ട് ഇങ്ങനെ പാടിപ്പിക്കും. അപ്പം എനിക്കിങ്ങനെ തോന്നി ഈ ലവിലൊന്നും കാര്യമില്ല, പെങ്ങന്മാരൊരു പെങ്ങളുണ്ടാവുക എന്നുള്ളതാണ് വലിയ കാര്യം എന്നുള്ളത്. പിന്നെ വീഡിയോ അതൊരു ഫ്ലോ അതുണ്ടല്ലോ, അത് എൻ്റെ ചേച്ചി അത് ഇപ്പോഴും പൊട്ടത്തിയാണ് അപ്പോഴും പൊട്ടത്തിയാണെന്ന് പറയാനുള്ള കാരണം അന്നും ഈ സ്വപ്ന ലോകത്താണ്, ഇന്നും ഈ സ്വപ്ന ലോകത്താണ്, ഈ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. അതിപ്പോൾ സ്വന്തം അനിയത്തിയാണെങ്കിൽ യാഥാർത്ഥ്യങ്ങളിലൊക്കെ ഇറങ്ങി വന്നെനിക്ക് പറയാം. അത് ഞാൻ സത്യമായിട്ട് എന്നോട് അന്ന് നെഞ്ച് തട്ടി പറഞ്ഞ കാര്യം തന്നെയാണ്. പിന്നെന്താ വെച്ചാൽ ഇജ്ജ് ഇമാരി ഒരു പണിയാണ് എനിക്ക് വെച്ചിട്ടുള്ള. ഇജ്ജ് സത്യത്തിൽ എൻ്റെ ഏട്ടനായിട്ട് ഒരു തേങ്ങയായിട്ട് കണ്ടിട്ടില്ലായിരുന്നു. ഇജ്ജ് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നോട് പറയും സുഭാഷ് ഏട്ടാ ഒരു നല്ല പെണ്ണ് സുഭാഷ് ഏട്ടന് ഞാൻ തപ്പിത്തരും. അതല്ലായിരുന്നു ഞാൻ എന്നെ സ്വന്തം അനിയത്തിയായിട്ട് കണ്ടോണ്ട് പറഞ്ഞു എൻ്റെ ചേച്ചീനെ ഞാൻ കേട്ടാ. ഇതാ എൻ്റെ കഴുത്തിലെ കൈ ഉണ്ടല്ലേ, അതെന്നെ കുഴപ്പം എന്നിട്ടില്ലേ. അന്ന് എനക്ക് എന്നോട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ എനിക്ക് എന്നോട് പറയുന്നു സുഭാഷ് ഏട്ടാ ശ്രീ ചേച്ചീനെക്കാട്ടും നല്ല തങ്കം പോലത്തെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ച് തരും നിങ്ങൾക്ക്. അന്നത് എന്നോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? ഒരു വാക്കനക്ക് പറഞ്ഞുകൂടായിരുന്നോ? പക്ഷേ ഉണ്ടല്ലോ അന്നെ ഞാൻ അങ്ങനെ സംസാരിച്ച് അങ്ങനെ എന്നോട് ബോണ്ടിങ് ഉണ്ടായിട്ട് ഈ എന്നെ പറ്റിച്ചു. ഇതൊന്നും എന്നോട് പറഞ്ഞു തന്നില്ല. പക്ഷെ എൻ്റെ അച്ഛൻ എന്നെ പറ്റിച്ചില്ല. ആ അച്ഛൻ അന്നേ എന്നോട് ചോദിച്ചു അനക്ക് നൂഡിൽസ് തിന്നാൻ പറ്റുമോ, ഒരു ഹിന്റെങ്കിലും തന്നു. ഞാനൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ. ശരിയാണ്, എനിക്കിവിടെ വന്നപ്പം ഒരു സാധനം വെച്ചുണ്ടാക്കാൻ അറിയില്ലായിരുന്നു. അതേ അവസ്ഥയാണോ ഇപ്പം? ഞാൻ വെച്ചുണ്ടാക്കുകയല്ലേ, അത്ര ടേസ്റ്റ് കുറച്ച് കുറവുണ്ടെങ്കിലും ഉണ്ടാക്കൂലേ? പണ്ടത്തെ മാറുന്നില്ല. ഇപ്പൊ ശ്രീമോൾ നന്നായിട്ട് വെച്ചുണ്ടാക്കും. അങ്ങനെ പറയരുത്. ഇപ്രാവശ്യം ശ്രീമോൾ ഇന്നൊരു കറി ഉണ്ടാക്കിയതൊന്നും ശ്രീമോള് അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ചിലപ്പോൾ നമുക്കൊരാഴ്ച കഴിയുമ്പോൾ അതൊന്നും കൂടി കഴിക്കാൻ തോന്നി. ശ്രീമോള് അതൊന്നും ഉണ്ടാക്കി അതിന്റെ 10 അയലത്ത് വരെ പോല സാധനം. അതെന്താ ചിക്കോ കാര്യം എന്നറിയോ? നമ്മൾ യൂട്യൂബ് നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ രണ്ടാമത് നമ്മളെ നാട്ടു പറച്ചിൽ പറയുകയാണെങ്കിൽ ചക്കട്ട് മുയൽ വീണു പറയില്ലേ, എന്തെങ്കിലുമൊക്കെ ക്ലിക്കാവും. പക്ഷെ ഞാൻ അത് വീണ്ടും ആഗ്രഹിക്കുമ്പോൾ കിട്ടൂല. അല്ല അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ചിക്കോ ഈ ഇന്നെ ശരിക്കും പറ്റിച്ചാണ്. അന്ന് തന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് എൻ്റെ അനിയത്തി എൻ്റെ കൂടപ്പുറപ്പ് എൻ്റെ ചോര എന്നുള്ള രീതിയിൽ തന്നെയാണ് അന്ന് ഞാൻ കണ്ടത്. അപ്പോഴും ഇപ്പോഴും ഒക്കെ അന്ന് എൻ്റെ അച്ഛൻ ഒരു പരിചയമില്ലാത്ത ആ മനുഷ്യൻ കാണിച്ചൊരു ആത്മാർത്ഥത പോലും നീ കാണിച്ചില്ല. ഏറ്റവും നല്ല പെണ്ണായിരുന്നു ശ്രീ ചേച്ചി. എന്താ തരാറുണ്ട്? ചിക്കൂക്കി കോക്കൂക്കി 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 ഇതിന് നല്ലൊരു പെണ്ണിനെ എവിടെ കിട്ടും? കോക്കൂക്കി 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 ശ്രീ ചേച്ചിനെ പോലെ തങ്കപ്പെട്ട മനസ്സുള്ള ഒരു പെൺകുട്ടി. നിർത്തി മോനെ അവിടുത്തെ. അല്ല കല്യാണം കഴിഞ്ഞപ്പോഴും ഓക്കെ കേട്ടോ. കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കോ ഈ തന്നെയാണ് സംഭവം. ഈ കല്യാണത്തിന് എല്ലാ കാര്യം സംസാരിക്കാനും വീട്ടിൽ സപ്പോർട്ട് ചെയ്യാനും എല്ലാത്തിനും ഈ മുൻപന്തിയിലുണ്ട്. നന്ദി ഞാൻ വിചാരിച്ചു. ഓക്കെ വെണ്ണിലാ കൊമ്പിൽ രാപ്പാടി തന്നെയാണ്. അന്ന് ഞാൻ മോഹൻലാൽ ഈ ദിവ്യ ഉണ്ണിയായിരുന്നു. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മറ്റേ മമ്മൂട്ടിയുടെ ക്രോണിക് ബാച്ചിലറില്ലേ ആങ്ങളെയും പെങ്ങളും. ഈ എനിക്ക് തന്ന പണിയായിരുന്നു അത് എന്നുള്ളത്. അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം ഞാൻ വീട്ടിൽ വന്നു, നിങ്ങളെ വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ ഇവള് ഫ്രണ്ട്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവൾ ഇന്നെ സൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു മീൻകറി ഉണ്ടാക്കി. സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ടോ?
അജോ ഇതാണ് അത് കേക്ക്. അന്ന് ഇവള് ജീവിതത്തിൽ അടുക്കള കയറിയിട്ടില്ല, എനിക്കറിയില്ലതൊന്നും. അപ്പൊ ഞാൻ വരുമ്പോഴേക്കുണ്ടല്ലോ മീൻകറിയൊക്കെ ഉണ്ടാക്കി വെച്ച്, അന്ന് ജ്യോതി ഉണ്ട് വീട്ടില്, നമ്മളെ ഞാൻ ഉണ്ടാക്കിയത് തന്നെയായിരുന്നു അത്. ഇവിടെ ഉണ്ടാക്കിയത് തന്നെയായിരുന്നു. ഞാൻ നോക്കിയപ്പോ വീട്ടിലേക്ക് കേറുമ്പോ സിറ്റൗട്ടിക്ക് കയറി ഇരുന്നപ്പോ എനിക്ക് സാമ്പാറിന്റെ സ്മെല്ലാ വന്നത്. മീൻകറിക്കോ എന്തിനാ സുഭാഷ് ചേട്ടാ സാമ്പാർ പൊടി അറക്ക് ഓർമ്മല്ലത്. സാമ്പാർ പൊടി ഇട്ടിട്ടല്ല ഞാൻ സുഭാഷ് ഞാൻ പറഞ്ഞുതരാം. അയില കഷ്ണം മാത്രം ഞാൻ കഴുകി തന്നു. എനിക്ക് ഓർമ്മയുണ്ട്. മീനെന്ന് വെച്ചാൽ എനിക്ക് ജീവനാ. മീന് എങ്ങനെ തന്നാലും കഴിക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക്, ഇഷ്ടം കൊണ്ട്. അല്ല ചിക്കോ മീൻകറി വെച്ചിട്ട് സാമ്പാർ പൊടി ഇട്ട് മീൻകറി വെച്ചിട്ട് അപ്പൊ സത്യാണ് സാമ്പാർ. ചിക്കോ ഞാനൊരു കാര്യം പറയട്ടെ, സാമ്പാർ പൊടി ഇട്ട് വെച്ചില്ല എന്ന് ഞാൻ പറയില്ല, ഒരിക്കൽ വെച്ചു, പക്ഷെ അത് നമ്മൾ കളഞ്ഞു. സുഭാഷ് ചേട്ടന് കൊടുത്തത് അതല്ല, നല്ല മീൻകറി തന്നെയാണ്. അത് കളഞ്ഞില്ല. എങ്ങനെയാ ദൈവം 2009 2007 മീനെടുത്ത് കളയാൻ പറ്റുക നമുക്ക്? അന്നൊക്കെ ഭയങ്കര പൈസക്ക് വായിലുള്ള സമയം. ചിലപ്പോ അത് എടുത്ത് കഴുകിയിട്ടുണ്ടാവും, ഞാൻ കഴുകി തിന്നുണ്ട്. എന്നിട്ട് പിന്നെ മുളക് പൊടി ഇട്ടിട്ടുണ്ടാവും. പക്ഷെ സത്യമാണ്. പക്ഷെ അന്ന് സുഭാഷ് ചേട്ടന് ഞാൻ തന്ന കറി നല്ല കറിയായിരുന്നു, ഒരു വട്ടം കൂടി ഉണ്ടാക്കുമെന്ന് വരെ നീ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ മാറ്റി പറയരുത് സുഭാഷ് ചേട്ടാ. അന്ന് പൊലിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കോ പ്രേമം തലക്ക് പിടിച്ച് നമുക്ക് കണ്ടും പോക്കില്ല. നമ്മൾ വേൾഡ് ട്രേഡ് സെന്റർ ഇങ്ങനെ കേറിക്കുന്ന സമയമല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, സുഭാഷ് ചേട്ടൻ പ്രേമം എന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചായിരുന്നു എന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കോ ചിക്കോ? ഞാൻ കരുതിയത് എന്താണെന്നറിയോ, എൻ്റെ എല്ലാ ഇഷ്ടങ്ങളും ഓക്കെ പറയുന്ന ഒരാൾ ഇതിൽ ഇനി എന്ത് വേണമെന്ന് കരുതി ഞാൻ പ്രേമിക്കുമ്പോൾ മനസ്സിൽ വിചാരിച്ച എനിക്കൊരു കൺസെപ്റ്റ് എന്തെന്ന് അറിയോ, ഞാൻ സുഭാഷ് ചേട്ടനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട്സ് ആയിരിക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ, അതായത് ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മൃഗങ്ങളെ ഇഷ്ടമാവണം. ഇത് എൻ്റെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു, എനിക്ക് ഭയങ്കര താല്പര്യമുള്ള കാര്യമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഒരു കൺസെപ്റ്റ്, ഇതൊക്കെ ഞാൻ ഫ്രണ്ട്സ് ആയിരുന്നപ്പോഴും ഡിസ്ക്ലോസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ സുഭാഷ് ചേട്ടൻ അറിയാം എൻ്റെ നേച്ചർ. അപ്പം സുഭാഷ് ചേട്ടൻ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കുമ്പോൾ തന്നെ എനിക്ക് എന്താ ഫസ്റ്റ് കൊണ്ടു തന്ന ഗിഫ്റ്റ് എന്ന് അറിയാം, എനിക്ക് ഓർമ്മ ഉണ്ടോ? എനിക്ക് എന്താ? അല്ല, അണ്ണാൻകുട്ടി. ഓർമ്മ ഉണ്ടോ ഒരു അണ്ണാൻകുട്ടീനെ കൊണ്ട് തന്നത്? അപ്പോഴും എങ്ങനെയാ വന്നെച്ചാൽ ഇവര് 2 പേരാ വന്നത്. അപ്പം സുഭാഷ് ചേട്ടൻ്റെ ഫ്രണ്ട് അണ്ണാൻകുട്ടീൻ്റെ കവർ എനിക്ക് തന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതോടെ തന്നെ എനിക്ക് സുഭാഷ് ചേട്ടനോട്, കാരണം എൻ്റെ ഇഷ്ടങ്ങൾ അറിയുന്ന ഒരാള്, അങ്ങനെ ഞാൻ കരുതിയേ. രണ്ടാമത്തെ ഗിഫ്റ്റ് എനിക്ക് എന്തായിരുന്നു അറിയാം, എനിക്ക് ഒരു മുയല്. അതും ബാക്കിൽ ഒരാൾ ചാക്കും പിടിച്ച് വന്നു, സുഭാഷ് ചേട്ടൻ മുന്നിൽ നിന്നിട്ട് ഹാൻഡ് ഓവർ ചെയ്തു. സത്യല്ലേ? പിന്നെ ഒരു ഡിസംബർ 31 ഉള്ളിൽ അടയ്ക്കാക്കുരുവീനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അതിനെ പിടിച്ച് തരാം, ചക്കച്ചവണി വെച്ച് ഞങ്ങൾ പിടിക്കാറുണ്ട് എന്നും കൂടി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ ഈശ്വര, എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഒരുപോലെ നല്ല അപ്പം ഞാൻ വിചാരിച്ചിരുന്നൊരു കാര്യമുണ്ട്, മൃഗങ്ങളെയൊക്കെ സ്നേഹിക്കാൻ പറ്റുന്ന ആൾക്കാർ നല്ല മനുഷ്യനാവും, നല്ല മനസ്സിൻ്റെ ഉടമകളാവും എന്നൊക്കെ എൻ്റെ ഒരു പൊട്ട കൺസെപ്റ്റ്. അപ്പം ഞാൻ അങ്ങനെ മുയലിനെ തന്നു. എന്നിട്ട് മുയലിൻ്റെ വിശേഷമൊക്കെ എന്നും ചോദിക്കും എൻ്റെ അടുത്ത്. അപ്പം ഞാനതൊക്കെ അങ്ങനെ കഥ പറയും, ഒക്കെ കേട്ടിരിക്കും. അണ്ണാൻകുട്ടീൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയും, ഒക്കെ കേട്ടിരിക്കും. ഒക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വീട്ടിൽ വന്നപ്പോൾ അന്ന് നമുക്കൊരു പൂച്ചുണ്ട്, അനങ്ങിയാൽ നമ്മുടെ മടിയിൽ കയറിയിരിക്കും. ഓർമ്മ ഉണ്ടോ? ആരിരുന്നാലും നമ്മളെ മടിയിൽ കയറിയിരിക്കും. അപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ചെയറിൽ, അതിനറിയില്ലല്ലോ സൂനെ, അത് എന്നാലും വന്നിട്ട് നേരെ മടിയിലേക്ക് അങ്ങോട്ട് കയറിയിരുന്നു. അപ്പോൾ എനിക്ക് സന്തോഷമായി, സൂവിൻ്റെ മടിയിൽ ഇരുന്നോ വെച്ചിട്ട്. സുഭാഷേട്ടൻ വല്ല എന്താ ഈറ്റപ്പുലി ചാടുന്ന പോലെ ദേവോ എന്ന് പറഞ്ഞിട്ടൊരു അലറല്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ സുഭാഷേട്ടൻ മടി കയറി ഇരുന്നോന്ന് ചോദിച്ചു. എടുത്തുകൊണ്ടോ ഈ സാധനത്തിന്, അല്ലെങ്കിൽ ഞാൻ ചവിട്ടി എറിയുമെന്ന് പറഞ്ഞു. ഞാനുണ്ടല്ലോ സ്റ്റക്കായി പോയി ചിക്കോ. അപ്പം ഞാൻ ചോദിച്ചു, അണക്കെന്താ? ഇപ്പം പൂച്ചേനെയും പട്ടീനെയൊക്കെ പേടിയാണ്, ഒരു മൃഗത്തിനെ കൈകൊണ്ട് തൊടാൻ പറ്റൂല ഇവന്. ഞാൻ അന്തം വിട്ടു. അവിടെ ഞാൻ മനസ്സിലാക്കി, ഞങ്ങൾ 7-8 വർഷം പരിചയമുണ്ട്, എന്നിട്ട് പോലും നമുക്കൊരാളെ, കാരണം നമ്മളങ്ങോട്ട് സങ്കല്പിക്കുകയാണ് ഇതാണ് ആള് എന്ന്. കാരണം നമ്മൾ അവരോട് ഇഷ്ടങ്ങളാണോ അനിഷ്ടങ്ങളാണോ എന്നൊന്നും ചോദിക്കുന്നില്ല. ഞാൻ സങ്കല്പിക്കുകയാണ് ഇവൻ ഇങ്ങനെയാണ്, ഇവന് എല്ലാവരും ഇഷ്ടമാണ്. കാരണം എൻ്റെ കഥകളൊക്കെ കേട്ടിരിക്കും, എനിക്ക് ഈ പട്ടിയും പൂച്ചേൻ്റെ ഒക്കെ കഥകൾ കേട്ടിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവ എന്നെ ട്രാപ്പ് ചെയ്തത്. ഓക്കെ, ഇനി വേറെ കഥ ചിക്കോ. നമുക്കൊരു സാധനത്തിന് ഇഷ്ടമാണ്, ചില ആൾക്കാർക്ക് ആ ഇഷ്ടം നോക്കി കണ്ടിട്ടായിരിക്കും പ്രകടിപ്പിക്കാൻ കഴിയുക. അതിനെടുത്ത് മടി വെച്ചിട്ടോ കൊഞ്ചിച്ചിട്ടോ ഒന്നും ആവില്ല. എന്താക്കുക, എനിക്ക് മൃഗങ്ങളെ ഇഷ്ടമല്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ അതൊക്കെ കൊണ്ടു കൊടുത്തത്. അതൊന്ന്. പിന്നെ ഇവള് പറഞ്ഞു അതുകൊണ്ടാണ് ഇന്നെ ഇഷ്ടപ്പെട്ടത്. അങ്ങനെയാണ് എനിക്ക് പറയാണ്ട്. പണ്ട് ശ്രീമോള് വീട്ടിൽ അമ്മേനോടും അന്നോടൊക്കെ വഴക്കുണ്ടാക്കി തിന്നാതെ കിടക്കുമ്പോൾ ഈ എന്നെ വിളിച്ച് പറയല്ലേ, സുഭാഷ് ചേട്ടാ
ശ്രീ ചേച്ചി ഫുഡ് കഴിക്കാതെ കിടക്കുകയാണ്, നിങ്ങളൊന്ന് വിളിച്ചിട്ട്. ഒരു കാര്യം പറയട്ടെ, ശ്രീ ചേച്ചി പണ്ട് അങ്ങനെയായിരുന്നു, തെറ്റി അപ്പ ഫുഡ് നമ്മളൊക്കെ തെറ്റിയാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ആ സമയത്ത് ഈ എന്നെ വിളിച്ച് പറഞ്ഞില്ലേ സുഭാഷ് ചേട്ടാ ശ്രീ ചേച്ചി തെറ്റി ഫുഡ് കഴിക്കാതെ കിടക്കുകയാണെന്ന് ഈ പറഞ്ഞില്ലേ. ഞാൻ വിളിച്ച് പറഞ്ഞു ശ്രീമോളെ എഴുന്നേക്ക് ബാ ഫുഡ് കഴിക്കാൻ പറയുമ്പോൾ ഒരു പൂച്ചക്കുട്ടീനെ പോലെ എഴുന്നേറ്റ് വന്നിരുന്ന് ഫുഡ് കഴിക്കും. അന്ന് ഞാനും പ്രതീക്ഷിച്ച് പ്രതീക്ഷ എന്ന് പറയുന്ന സാധനം 2 സൈഡിലുണ്ട് ചിക്കോ. ഓക്കെ, പിന്നെ ലവ് എന്ന് പറയുന്നത് വേറൊരു ഫീലാണ്. കാരണം ആ ലവ് എന്താണെന്ന് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിച്ച് കുറേ കാലം കഴിയണം. മറ്റേത് ഫോണിൽ വിളിച്ചിട്ട് നമ്മൾ തമ്മിൽ കേൾക്കുന്നത് എന്താ, നമ്മൾ ഈ പറയണത് എൻ്റെ പോസിറ്റീവുകളും. ഇപ്പോൾ 2 കാമുകനാണ്, കാമുകൻ പറയണ പോസിറ്റീവും കാമുകി പറയണ പോസിറ്റീവും ഈ പ്രേമിച്ച് കെട്ടിയതല്ലേ അല്ലേ? ഈ പ്രേമിച്ച് കെട്ടി അതേമാതിരിയായിരുന്നു അനക്ക് എൻ്റെ ജീവിതം. ഒരു എത്ര കൊല്ലായി ആ ചിരിച്ചാണ്ടോ ആ പാട്ട് ചിക്കൂടെ എത്ര കൊല്ലായി? അല്ല, ആ പ്രേമിച്ചോണ്ടിരുന്നതിനെക്കാട്ടിൽ കൂടുതൽ നിന്റെ പാർട്ണറെ നീ മനസ്സിലാക്കിയത് കല്യാണം കഴിഞ്ഞതിന് ശേഷമല്ലേ? അതെ, നമ്മൾ അപ്പോഴാണ് കൂടുതൽ മനസ്സിലാക്കുക. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാളും 2 ധ്രുവത്തിൽ നിൽക്കുന്ന ആൾക്കാർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യണത് ഒരു 5-10 മിനിറ്റ് നമ്മൾ ഒരുമിച്ച് ജീവിച്ച് ഒരുമിച്ച് ഒരു പാത്രത്തിൽ കഴിച്ച് ഒരു വീട്ടിൽ താമസിക്കുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുക. ചിലപ്പോൾ അത് നമുക്ക് നല്ല സ്മൂത്ത് ആയിരിക്കും, അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ട് സഫറായിരിക്കും. ചിക്കോ അതിനാണ് പറയണത് നമ്മള് ലിവിങ് ടുഗദർ ഒക്കെ ആദ്യമൊക്കെ നടത്തിയതിന്റെ ശേഷം കെട്ടിയാൽ മതി ഒരു കുട്ടിയൊക്കെ ആയിട്ട്. അതുകൊണ്ടാണ് ലിവിങ് ടുഗദർ ഒക്കെ നടത്തിയിട്ട് ഒക്കത്തൊരു കുട്ടിയൊക്കെ ആയിട്ട് പിന്നെ കല്യാണം കഴിക്കേ. ഞാൻ ഇങ്ങനൊരു ലിവിങ് ടുഗദർ നടത്തുന്നതിനെ പറ്റി എൻ്റെ അനിയത്തിന്റെ അഭിപ്രായം എന്താ? ശ്രീമോള അനിയത്തിന്റെ അഭിപ്രായം അല്ല ഞാൻ ചോദിക്കുന്നത്. ഞാനൊരു ലിവിങ് ടുഗദർ ഇനി നടത്തുന്നതിനെ പറ്റി എൻ്റെ അനിയത്തിയുടെ അഭിപ്രായം എന്താണ്? ഇനി മോളെ നടത്തുക, ചെറുതുണ്ട്. എടി ഓക്കെ പറയടി, എനിക്ക് ഒരു കുഴപ്പമില്ല, നീ ഓക്കെ പറ. ഞാൻ ഒന്നും കാട്ടിയില്ല കേട്ടോ. ഓക്കെ പറ ചിക്കോ. ലിവിങ് ടുഗദർ ആയാണെങ്കിലും കല്യാണം കഴിച്ചിട്ടാണെങ്കിലും അല്ല ലിവിങ് ടുഗദർ ആണെങ്കിലും നമ്മക്കടിക്കാല ഇന്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ ചിക്കോ. ലിവിങ് ടുഗദർ ആണെങ്കിലും കല്യാണം കഴിച്ചിട്ടാണെങ്കിലും ആ പരസ്പരം മനസ്സിലാക്കാതെ ലിവിങ് ടുഗദർ ആണെങ്കിലും ജീവിക്കാൻ പറ്റില്ല, കല്യാണം കഴിച്ചിട്ട് ആണെങ്കിലും ജീവിക്കാൻ പറ്റില്ല. അതാണ്, അതിനാണ് പരസ്പരം മനസ്സിലാക്കുക എന്ന് പറയുന്നത്. കാരണം എൻ്റെ ഭാര്യ ഇതാണ്, അവളെ ക്യാരക്ടർ ഇതാണ്, അവൾക്ക് ഇതൊക്കെ പറ്റുള്ളൂ, അവൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഇതാണ്. അത് മനസ്സിലാക്കുന്നിടത്താണ് ജീവിതം. അത് ലിവിങ് ടുഗദർ ആയിക്കോട്ടെ, കല്യാണം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഓഫ് ഡേയ്സിൽ ഉറങ്ങണതാണ് എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടം എന്ന് ഈ മഹാൻ ചിന്തിച്ചില്ലല്ലോ. എന്നെ നോക്കി പഠിപ്പിക്കല്ലോ കൂടുതൽ ഉറങ്ങുമ്പോഴേക്ക്. പറ. ഞാൻ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മളെ മെഡിക്കൽ സയൻസും എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യൻ ശരാശരി ഉറങ്ങേണ്ട സമയം 7 മണിക്കൂറാണ്. നമുക്ക് ഇവിടത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഓഫിനൊന്നും വേണമെങ്കിൽ നേരത്തെ കിടന്നുറങ്ങാം. ഞാൻ എന്നോട് പറയട്ടെ, ഒരു ഓഫ് കിട്ടി. ആ ഒരു ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയങ്കര ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമാണ്. നമുക്ക് സിനിമ കാണാനോ പുറത്ത് പോകാനോ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനോ ഒക്കെ. ആ ഒരു സമയത്ത് ആ ഉറക്കം വേണം, ഉറക്കം വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ആ ഒരു സമയത്ത് നാളെ എൻ്റെ ഓഫാണ്, കുറച്ച് നേരത്തെ നമ്മൾ കിടന്ന് ഒരു 10 മണിക്കൂർ 12 മണിക്കൂർ ഉറങ്ങി നീച്ച് നമ്മുടെ ആ ഒരു ഉറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ ഉറങ്ങണം, നമ്മളെ മാത്രം ഒരു നിദ്രയാണത്. പക്ഷെ നമ്മളെ ഭാര്യയും നമ്മളെ ഭർത്താവും നമ്മളെ മക്കളൊക്കെ ആയിട്ട് നമുക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുക. നമ്മളെല്ലാ പണികളും തീർത്ത്, അല്ലെങ്കിൽ വേണം അന്ന് പുറത്ത് പോയി ഫുഡ് കഴിച്ച് എല്ലാ പണികളും തീർത്ത് നമ്മൾ ഒരുമിച്ച് വർത്തമാനം പറഞ്ഞില്ല, അല്ലെങ്കിൽ ഒരുമിച്ചിരുന്നൊരു സിനിമ കണ്ട് നമുക്ക് സമയമാണ് കിട്ടണത് അല്ലേ? അല്ലാതെ ഉച്ചയ്ക്ക് 12 മണിക്ക് നീച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള അലക്കണം പിടിക്കണം. നമ്മൾ ആ ദിവസത്തെ സമയം കഴിഞ്ഞ അപ്പോൾ അതിനൊന്നും വേണ്ട എന്താ അറിയോ, ഒരു പ്ലാനിങ് ആണ്. അതല്ല ചിക്കോ, സുഭാഷ് ചേട്ടന് രാവിലെ എന്തൊക്കെ ആയാലും 5:30-6 മണിയാകുമ്പോഴേക്ക് ഉണരും. അതാണ് പ്രശ്നം. സുഭാഷ് ചേട്ടൻ 5:30-6 മണിക്ക് ഉണർന്നു കഴിഞ്ഞാൽ ഒരിക്കലും സുഭാഷ് ചേട്ടൻ ശ്രീമോളെ
വിളിച്ചോ സുഭാഷേട്ടൻ ഇവിടുന്ന് പുറത്തിറങ്ങിപ്പോയി. ഞാൻ ഒരു മണിക്കൂർ ഈ ഒരു മാസത്തിൽ 1-2 ദിവസം മിസ് ചെയ്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി 28 ദിവസം 1 മണിക്കൂർ 1.5 മണിക്കൂർ എൻ്റെ അച്ഛനുമായിട്ട് സംസാരിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഒരു 5:30 മണിക്ക് ഞാൻ ഇവിടെ നീച്ച് കഴിഞ്ഞാൽ ഞാൻ വീടിൻ്റെ പുറത്ത് പോയി ഒരു ചായ വാങ്ങി ആ മത്രഗതി സ്ട്രീറ്റിൽ എവിടെ ഇരുന്ന ഒരു 1.5 മണിക്കൂറൊക്കെ ഞാൻ എൻ്റെ അച്ഛനോട് ഒരു 7 മണി 8 മണി വരെ പിന്നെ ഞങ്ങൾ നാട്ടിലെ എല്ലാ കാര്യങ്ങളും അതൊരു ദിവസം മിസ് ചെയ്യാതെ അപ്പോൾ എന്തെങ്കിലും അത്രത്തോളം എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാനത് ഒഴിവാക്കുള്ളൂ. അല്ലെങ്കിൽ അത്രത്തോളം ഞാൻ എൻ്റെ അമ്മേനോട് പോലും അത്ര സംസാരിക്കില്ല. അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോട് പോലും ഇവിടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇവിടെ എത്തിയതിന് ശേഷം പിന്നെ ഇവിടെ എത്തിയതിന് ശേഷം 1.5 മണിക്കൂർ 2 മണിക്കൂർ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അതിനുശേഷം ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള വ്യക്തി എൻ്റെ അച്ഛനാണ്. ഞാനിവരെ ആരെ ബുദ്ധിമുട്ടിക്കലില്ല. കാരണം എനിക്ക് ഇവള് വെറുതെ പറയണതാണ് അച്ഛൻ എന്ന് പറഞ്ഞ് വേറെ ആരെങ്കിലും ആണോ ആ നമ്പർ ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടോ. അച്ഛന്ന് സേവ് ചെയ്താവും ചിലപ്പോൾ. രാവിലെ തന്നെ ഉറങ്ങി എണീറ്റിട്ട് വേഗം വിളിക്കുന്നതേ അച്ഛൻ എന്നുള്ള നമ്പറിലേക്കാവും. ആരാണാവോ? അങ്ങനെ കുറേ ആൾക്കാർക്ക് സംശയമുണ്ട്. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാൻ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ വിചാരിക്കും ഇവൻ രാവിലെ വന്നിട്ട് ഓരോടോ സൂടിലേക്കൊണ്ടിരിക്കണേ. അങ്ങനെ തന്നെയാണ്. മേലത്തെ ആന്റി വിചാരിച്ചിരുന്നത് അങ്ങനെയാണ്. ആന്റി വിചാരിക്കുമായിരുന്നു അത്രേ ഇവ ഇങ്ങനെ ഫോൺ ചെയ്ത് നടക്കണ കാണും. അതും ഇപ്പോഴും എനിക്കും അറിയില്ല കേട്ടോ. അതൊക്കെ ക്വസ്റ്റ്യൻ മാർക്കാണ്. ആർക്കാണാവോ? ചൂടുവെള്ളത്തിൽ പൂച്ച ഒരൊറ്റ ചാടുള്ളൂ. 2ാമത്തെ 3ാമത്തെ വട്ടം ചൂടുവെള്ളമായിരുന്നു ഏതെങ്കിലും പൂച്ച അയക്കെടുത്തി ആടോ? ഏത് പൂച്ച ചിക്കോ? അല്ല അത് ഓക്കെ. കാരണം എന്താ അറിയോ, ഞാനിപ്പോൾ ഒരു സമയത്ത് എനിക്ക് ഇതേമാതിരി അച്ഛനമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മ ആ വില ഉണ്ടായിരുന്നു. ഭയങ്കര കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ആദ്യം അച്ഛനോടും അമ്മേനോടൊക്കെ ഭയങ്കര ഒരു സംഭവം തോന്നിയപ്പോഴാണ് അറിയാം എനിക്ക് അക്കു പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ. അക്കു പ്രഗ്നൻ്റ് ആയപ്പോഴല്ല ഫസ്റ്റ് ശ്രീമോൾ അബോർഷൻ ആയപ്പോൾ ഞാൻ അന്നെ വിളിച്ചിട്ടാണ് ആദ്യം കരഞ്ഞത്. ഓർമ്മ ഉണ്ട് എനിക്ക്? ഈ ഹോസ്റ്റലുണ്ടായിരുന്നപ്പോൾ. അതുവരെ എനിക്ക് കുട്ടി എന്താണെന്നോ ഇതെന്താണെന്നോ അങ്ങനല്ല അന്നും അറിയില്ലായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതൊക്കെ ഭയങ്കര സംഭവമാണ്. അല്ലെങ്കിൽ ഒരു കുട്ടി വേണ്ട ശ്രീമോളെ, നമുക്കൊരു കുട്ടീനെ ദത്തെടുത്താലും ജീവിച്ചൂടെ, അല്ലെങ്കിൽ ഏട്ടൻ്റെ കുട്ടി അമ്മ ഉണ്ടല്ലോ അത് നമുക്ക് പോരേന്ന് ഞാൻ വിചാരിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഫസ്റ്റത്തെ കുട്ടി അബോർഷൻ 2 മാസം നിന്നിട്ടുള്ളെങ്കിലും ആ ഒരു സമയം കൊണ്ട് നമ്മൾ കെട്ടിയൊരു കോട്ട എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ശ്രീമോൾ ഇത് വിളിച്ചു പറഞ്ഞിട്ട് എനിക്ക് ശ്രീമോളെ വിളിക്കാൻ പറ്റില്ല, അമ്മേനെ വിളിക്കാൻ പറ്റില്ല. ഞാൻ അന്നയാണ് തോന്നുന്നത്, ഞാൻ ഹോസ്റ്റലിലുള്ളപ്പോൾ അന്നയാണ് തോന്നുന്നത് ഞാൻ ഏറ്റവും ഫസ്റ്റ് വിളിച്ചിട്ടുള്ളത്. അന്ന് എനിക്ക് പ്രേമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നോട് വിളിച്ച് സംസാരിക്കാൻ ഒരുപാട് സമയം അന്നില്ലായിരുന്നു. അന്ന് ഓൾക്ക് ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞാൽ റൂമിൽ എത്തിക്കഴിഞ്ഞാൽ വിളിക്കാനുള്ള ആകെ ഒരാൾ ഞാൻ മാത്രമായിരുന്നു. അപ്പോൾ ഇവളെ വിളിച്ചിട്ടാണ് ഞാൻ ആദ്യം പറയണത്. അത് കഴിഞ്ഞ് അക്കുവിൻ്റെ ഒരു 9 മാസം അത് ഭയങ്കര സംഭവമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും ഇതേമാതിരിയല്ല എല്ലാവരും കാത്തിരുന്നിട്ടുണ്ടാവുക. അപ്പോഴൊക്കെ എനിക്ക് എൻ്റെ അച്ഛനമ്മയോടും അമ്മയോടൊക്കെ ഇഷ്ടം കൂടിയൊരു സമയമാട്ടോ. നമ്മളിങ്ങനെ ധിക്കരിച്ച് ഞാനും തന്നെ ധിക്കരിച്ച് ഒക്കെ വന്നിട്ടുള്ള മനുഷ്യനാണ്. ഒരു 15-16 വയസ്സിലൊക്കെ എൻ്റെ അച്ഛൻ എന്നെ ഓർത്ത് സങ്കടപ്പെട്ട് കരഞ്ഞിട്ടുണ്ട്. ഇറങ്ങിപ്പോയിക്കോന്നേരം പറഞ്ഞിട്ടുണ്ട് എന്നോട്. അതും കഴിഞ്ഞ് ഒരു അക്കുണ്ടായി. അതൊക്കെ അക്കുനെ 1 വയസ്സിൽ അവിടെ നിന്ന് അങ്ങോട്ട് നിർത്തി പോകുന്നില്ലേ. ആ ഒരു സമയത്താണ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് ആ ഒരു സമയത്ത് ഞാൻ ശ്രീമോളോട് പറഞ്ഞിരുന്നു ഓളെക്കാട്ടും വലുതായിട്ട് എനിക്ക് ജീവിതത്തിൽ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച സമയത്ത് എനിക്ക് അക്കു ഏറ്റവും വലിയ സംഭവമായിട്ട് മാറിയ ഒരു സമയമാണ്. അത് കഴിഞ്ഞ് ഞാൻ ഒരു 8 മാസം കഴിഞ്ഞ് ലീവിന് വരുമ്പോൾ അക്കു അച്ഛാന്ന് വിളിച്ച് എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അക്കുൻ്റെ കണ്ടത് പ്രസവിച്ച് 1 മുതൽ 12 ദിവസമാണ്. പിന്നെ എന്നെ അക്കു കാണുന്നത് 8ാമത്തെ മാസത്തിൽ 7ാം മാസത്തിൽ അനിത ചേച്ചീൻ്റെ കല്യാണത്തിന് ഞാൻ വന്നപ്പോൾ അന്നിങ്ങനെ ഇവളെ ഒക്കത്തിരുന്നിട്ട് അച്ഛാ വാ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു. അതിൻ്റെ ഒരു വില എന്താണെന്ന് ഞാൻ ഭയങ്കരമായിട്ട് മനസ്സിലാക്കി. കാരണം നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് നമുക്ക് എന്തൊക്കെയോ സംഭവമാണെന്ന് തോന്നിയൊരു സമയമായിരുന്നത്. കാരണം അക്കു ഒരിക്കലും അന്ന് ഈ സങ്കടപ്പെട്ടു. ഓർമ്മ ഉണ്ട് എനിക്ക്? ഈ അക്കുനെ നോക്കിയിട്ട് നിൻ്റെ അടുത്തേക്ക് വന്നു, ശ്രീമോടത്തേക്ക് വന്നു, എൻ്റെ അടുത്തേക്ക് വന്നില്ല വെച്ചാൽ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് 1 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു 3 കൊല്ലം അക്കുനെ മിസ് ചെയ്തു.
ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആരോടും ഇവിടെ ഖത്തറിലാണെങ്കിലും ആരോടും സംസാരിക്കില്ല, മിണ്ടൂല. ആരെങ്കിലോട് സംസാരിച്ചാലോ മിണ്ടിയാലോ അടുത്ത ചോദ്യം കുട്ടികളില്ല എന്നുള്ളതാണ്. ആരോടും സംസാരിക്കില്ല എന്നല്ല, നമ്മളിങ്ങനെ അടുത്ത നെയ്ബേഴ്സൊന്നും ഞങ്ങളുടെ രണ്ടാളെ എൻ്റെ ഇവിടെ മാത്രം ഒരു ലോകം, ഒരു സോഫ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ മാത്രം ലോകത്തായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു 3 കൊല്ലം എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റേ ഞാൻ അന്നും ബിഗ് ടിക്കറ്റ് എടുക്കുന്ന ആളാണ്. ബിഗ് ടിക്കറ്റ് അടിക്കണമെന്നോ അല്ലെങ്കിൽ നാട്ടിൽ വലിയ സ്ഥലം വാങ്ങണമെന്നോ ബിസിനസ് ചെയ്യണമെന്നോ നല്ല നക്കൂനെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കുക. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞാൽ പ്രേമിച്ചപ്പോൾ ഞാൻ കരുതി ഏറ്റവും വലിയ വികാരം അതാണെന്നുള്ളതാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ്, നമുക്ക് നമ്മളെ കുട്ടിയെ നിന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ അക്കൂനെ അങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ കണ്ണ് നിറയുമായിരുന്നു. ഇപ്പോഴും നന്ദേനെക്കാട്ടിലും എനിക്ക് ഏറ്റവും വലുത് അക്കുവാണ്. അക്കൂനെ ആഗ്രഹിച്ച പോലെ ഒരു ലോകത്ത് ഒന്നിനും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. കാരണം അക്കൂനെ ഇവിടെ നിന്ന് എത്തിക്കണം, എപ്പോഴും അക്കൂനെ ഇവിടെ നിന്ന് എത്തിക്കണം. എന്നിട്ട് ആ ചെക്കനെ അന്നൊക്കെ ഞങ്ങളുടെ നല്ല സഫറിങ്ങിൻ്റെ സമയമാണ്. അന്ന് ആ ചെക്കനെ 2 മാസം ഇവിടെ കൊണ്ടുവന്നപ്പോൾ മൂന്ന് ഇവിടുന്ന് 10 ദിവസം നിന്നിട്ട് ഓടി അങ്ങോട്ട് പോയി തിരിച്ച്. എനിക്കറിയാം അക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കുവിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് സാധനമാണ് അക്കു എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഈ തന്നെയാണ് ഈയും നന്ദക്കുട്ടി വന്നാലും നന്ദേന്റെ അടുത്തൊന്നും എനിക്ക് അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഒന്നും തോന്നും. അങ്ങനെയല്ല ഇല്ലാന്നല്ല, അറ്റാച്ച്മെന്റ് ഉണ്ട്. പക്ഷേങ്കിലും അക്കുവിനോടുള്ള ഒരു കണക്ഷൻ നന്ദേ കേട്ടോന്നിരിക്കും. അത് എപ്പോഴും ഞാൻ നോക്കാറ് അക്കുവിന്റെ കാര്യം തന്നെയാ. അന്ന് എപ്പോഴും എനിക്കറിയാം, ആ വീഡിയോയിലുണ്ടല്ലോ ഏത് നമ്മള് ഫ്ലൈറ്റ് ഇറങ്ങി നിങ്ങൾ നാട്ടിൽ വന്നപ്പോ ഞാൻ എന്താ അങ്ങനെ ചെയ്തത്, അക്കുവിനെ സ്നേഹിക്കണ്ടേ, അക്കുവിന് കെയർ കൊടുക്കണ്ടേ, അക്കുവിനെ ആദ്യം കെട്ടിപ്പിടിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കമന്റ് ഇട്ടിരുന്നു കേട്ടോ. പക്ഷെ ചില കാര്യങ്ങളെ നമ്മൾ വീഡിയോ കാണുന്ന പോലെ ആവില്ല. എനിക്ക് ഓൾറെഡി അതായത് ഒരു എന്താ പറയാ, ഒരു നോട്ടം കൊണ്ട് പോലെ എന്റെ അക്കൂര് എന്താ പറയാ, എനിക്ക് ഓനേക്കാൾ കാര്യം നന്ദയ്ക്കാണെന്ന് തോന്നരുത് എന്ന് വിചാരിക്കുന്ന ആളാട്ടോ ഞാന്. അത് ഞാൻ മനഃപൂർവ്വം അതിന് അങ്ങനെ ചിന്തിച്ച് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് എയർപോർട്ടിൽ നിന്ന് ആദ്യം കണ്ടപ്പോ ആദ്യം വന്ന് കെട്ടിപ്പിടിച്ചത് ഒന്നും കൊടുത്തതൊക്കെ അക്കൂല. പക്ഷെ അത് വീഡിയോ അപ്പൊ എടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ? വീഡിയോ എടുത്തത് നന്ദേനെ എടുത്ത ടൈമിലാണ്. അല്ല, നന്ദ അപ്പേക്ക് എന്നെ കോക്കോന്ന് വിളിച്ചു. അപ്പൊ എനക്കൊന്നും ചെയ്യാതെ പറ്റിയില്ല, അതാണ്. അതേമാതിരി നന്ദേനെ എടുത്തപ്പോഴാണ് പിന്നെ എല്ലാരും കാണുന്നത്. അപ്പേക്ക് എല്ലാരും അങ്ങനെ കമന്റ് ചെയ്ത് അങ്ങ് ജഡ്ജ് ചെയ്ത് കളഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും എനിക്ക് അന്നും ഇന്നും എപ്പോഴും അതെ കേട്ടോ, അക്കുവിനെ എനിക്ക് എന്റെ വയറ്റിന്ന് വന്നില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും അതെ, ചന്തുവിനെ ഞാൻ ഇടയ്ക്ക് ഇപ്പോഴും തെറ്റിയ അക്കൂന്ന എപ്പോഴും വിളിക്കുക, വായയിലെപ്പോഴും ഇടയ്ക്ക് ഉടക്കി വരിക അക്കൂന്ന. ഞാൻ എന്താ പറയാ, ഇവര് ശ്രീചേച്ചി പോയതിനു ശേഷം ഞാൻ എപ്പോഴും ശ്രീചേച്ചിന്റെ അടുത്ത് ചോദിക്കായിരുന്നു, ശ്രീചേച്ചി നല്ല മരുന്ന് കുടിച്ച പാലൊക്കെ ഉണ്ടാവും, അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ അക്കുവിന് പാലൊക്കെ കൊടുത്തു നോക്കുമായിരുന്നു എന്ന്. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അക്കുവിന്. അയ്യോ, അക്കു പറയുന്നത് ഇപ്പൊ നല്ല പശുവിന്റെ പാലോ ആട്ടും പാലോ കുടിച്ചാ വളർന്ന്. അതങ്ങനെ തന്നെ. വേറെ കാര്യമുണ്ട്, അത് കഴിഞ്ഞൊരു 1 വയസ്സ് വരെ അവൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ശ്രീമോള്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ അധികം ആരോടും ഇവിടെ നെയ്ബേഴ്സിനോട് ഇപ്പോൾ ആൻറ്റിയൊക്കെ ഇപ്പം എനിക്ക് ആൻറ്റി അങ്കിൾ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എൻ്റെ അച്ഛനും അമ്മേനെ പോലെയാണ്, അത്രയും എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. ആ ഒരു സമയത്ത് ഞങ്ങൾ ആൻറ്റീനോടും അങ്കിളിനോടൊന്നും മിണ്ടൂലായിരുന്നു. കാരണം അക്കു വന്നതിന് ശേഷമാണ് തൊട്ട് മേലുള്ള ആൻറ്റീനോടും അങ്കിളിനോട് വരെ നമ്മൾ മിണ്ടാൻ തുടങ്ങിയത്. കാരണം എല്ലാവരുടെ അടുത്തും നമ്മൾക്ക് ഈ ചോദ്യങ്ങൾ ബുദ്ധിമുട്ട്. പിന്നെ നമ്മളൊരു ഫീലിംഗ് അക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. ഒരു 4 വർഷം ആ കൊറോണ സമയത്ത് അക്കുവിനെ കൊണ്ടുവരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കണ്ടൊരു കാര്യമാണ് അക്കുവിനെ എനിക്ക് ഇവിടെ എത്തിക്കാൻ പറ്റി. അക്കു ഞങ്ങളപ്പം ആയി. അക്കുവിനെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോ വീട്ടിലെല്ലാവർക്കും ഭയങ്കര വിഷമായിരുന്നു കേട്ടോ. അമ്മയ്ക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ ഞാൻ അമ്മേന്റെ അടുത്ത് പറയാം, അമ്മ എന്തിനാ വിഷമിക്കുന്നത്, നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും, നമ്മൾ അവനെ എന്തൊക്കെ കൊടുത്തു നോക്കിയാലും അവൻ അവന്റെ അച്ഛന്റെ അമ്മേന്റെ കൂടെ നിൽക്കുന്ന അത്ര വരുമോ, നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും അത് അതുവരെ എത്തുമോ, അവൻ പോവുകയാണെങ്കിൽ അതല്ലേ അമ്മ നമ്മുടെ സന്തോഷം, അപ്പൊ പൊക്കോട്ടെ, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത് പറയും. അപ്പൊ അമ്മ പറയാ ശരിയാണ്. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ പോണത്. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ എനിക്ക് സങ്കടമൊക്കെ ആയിരുന്നു, പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് എന്താ പറയാ, അക്കു അവിടേക്ക് എത്തണം തന്നെയായിരുന്നു എനിക്ക്, എത്രയും പെട്ടെന്ന് എത്തിക്കിട്ടണമെന്ന്. അതങ്ങനെ തന്നെയാണ് ചിക്കോ. അത് കഴിഞ്ഞ് ഇപ്പം നന്ദ ഉണ്ടായി. നന്ദ നമുക്ക് ചെറുതെന്നല്ല, അക്കുവിന് ശേഷം ഒരു കുട്ടി വേണ്ടാന്ന് തീരുമാനിച്ചിരുന്നു ഞങ്ങൾ. പക്ഷേ നന്ദ ഉണ്ടായി. ഇപ്പം അക്കുവിനോട് ചോദിക്കും, സുവച്ച നന്ദ ഓളെന്ത് പറഞ്ഞാലും കേൾക്കും. പക്ഷെ അക്കുവിന് അറിയില്ല
ഓളെന്ത് പറഞ്ഞാൽ കാരണം നന്ദേനോട് നമുക്ക് തിരിച്ചൊന്നും പറയാനില്ല. ഓള് പറയണത് നമ്മൾ കേൾക്കുക എന്നുള്ളതാണ് അല്ലേ. ചില ആൾക്കാരോട് നമ്മൾ ഇപ്പോൾ ചില ആൾക്കാരോടല്ല ഇതേമാതിരി കുറച്ച് പ്രായമുള്ള ആൾക്കാരോടും ചില ആൾക്കാരെ ഇപ്പോൾ നന്ദ കുട്ടിയാണ് ഓളെ നമുക്ക് മെല്ലെ 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 തിരുത്തിക്കൊണ്ടുവരാം. ചിലപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ പ്രായമുള്ള ആരെങ്കിലോടൊക്കെ നമുക്ക് പറഞ്ഞ് അവരെ നമ്മുടെ രീതിക്ക് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല. അവരുടെ രീതിയിലേക്ക് നമ്മൾ നിൽക്കുക, അല്ലെങ്കിൽ അവരങ്ങനെയാണെന്ന് മനസ്സിലാക്കി നമ്മൾ പെരുമാറുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. കാരണം അക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സമയത്ത് സത്യം പറഞ്ഞാൽ വിചാരിച്ചു എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റാണ് അക്കുവിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയത്. അതൊന്നും അക്കുവിനെ അറിയില്ല കേട്ടോ. പക്ഷെ അക്കു പാവാണ്. അക്കുവിനത്ര നല്ല കുട്ടി വേറില്ല. എന്നാ ഇതൊക്കെ വിടി. ഫെമിനിസ്റ്റിനെ പറ്റി പറയാം. എന്താ എൻ്റെ പ്രശ്നം? ഫെമിനിസം വീട്ടിൽ പണിയെടുക്കാൻ പറ്റില്ല. എന്താ ഓക്കെ അതിന് നല്ലൊരു കമന്റ് വന്നിട്ടുണ്ട് ജിക്കോ. ഓക്കെ നാളെ ഞാൻ അപ്പുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ അങ്ങനെ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. കാരണം ഇപ്പം അനിയത്തി ആണെങ്കിലും അപ്പോട്ടൻ മുത്താണ്. അപ്പോട്ടൻ്റെ മനസ്സ് തുറന്നാ ചിക്കോ ചിലപ്പോൾ തകർന്നു പോകും. കുറ്റം പറഞ്ഞ എൻ്റെ ഭാര്യനെ എൻ്റെ അനിയത്തിനാണ്. അത് കുറ്റം പറയാനുള്ള അവകാശം എനിക്ക് ഉണ്ട് എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് കുറ്റം പറഞ്ഞത്. പിന്നെ ഞാൻ ഒരിക്കലും ഒരു മെയിൽ ഷോവനിസ്റ്റ് അല്ല. പിന്നെ വേറെ കാര്യം, ഞങ്ങൾ വീഡിയോ ആക്കി ഇട്ടത് വെറുതെ ഒരു തമാശയാണ് കേട്ടോ, അല്ലാതെ ആരും ഇതിൽ സീരിയസ് ആക്കി എടുക്കരുത്. കുറെ പേര് സീരിയസ് ആയിട്ടൊക്കെ കമന്റ് ഇട്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല, കമന്റ്സ് നല്ലതും ചീത്തയൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഇതൊക്കെ വെറും കളിയായിട്ട് എടുക്കുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ ഇതൊക്കെ പറയും, ചിലപ്പോൾ ഞങ്ങളിതൊക്കെ തിരിച്ചും പറയും. ഞങ്ങൾ ഈ പറയുന്നതൊക്കെ ആ സെൻസിൽ എടുക്കാവൂ കേട്ടോ. പിന്നെ ചിക്കുവിനോട് എനിക്ക് പറയാനുള്ളത്, അന്ന് ഞാൻ 100% എൻ്റെ കൂടപ്പുറപ്പിൻ്റെ ചോരയായിട്ട് കണ്ടിട്ടും ഈ എനിക്ക് പണി തന്നാണെങ്കിലും സുഭാഷ് ചേട്ടൻ എപ്പോഴും റിസ്ക് എടുത്ത് ജീവിക്കണത് ഇഷ്ടമായതുകൊണ്ട് ഞാനത് എൻജോയ് ചെയ്യുന്നു. എനിക്കതാണ്, നമ്മൾ റിസ്ക് ഇല്ലാതെ ഇങ്ങനെ മെല്ലെ നൈസായിട്ട് ജീവിച്ചിട്ടൊരു കാര്യമില്ലല്ലോ. നമ്മൾ റിസ്ക് എടുത്ത് അടിപൊളിയായിട്ട് ജീവിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ വല്ല കുറ്റപ്പെടുത്തുന്നതൊന്നുമില്ല. ഓക്കെ, എന്നാലും വല്ലപ്പോഴെങ്കിലും എനിക്ക് തോന്നാറുണ്ട് നീ തന്നൊരു പണി എന്നുള്ളത്. എന്നാ ശരി, എന്നാ ഞങ്ങൾ ദോശയും സാമ്പാറും രണ്ടും. ശ്രീമോൾ ഉണ്ടാക്കിയ ദോശയും സാമ്പാറും. ഞാൻ അതല്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? സുഭാഷ് ഏട്ടൻ ദോശ ഉണ്ടാക്കി ശ്രീമോൾ സാമ്പാർ ഉണ്ടാക്കിയത് മീൻ മസാല ഇടും. എങ്ങനെയുണ്ട്? നൈസാണ്. ഈ തന്നതൊക്കെ നൈസാടി. ഈ തന്നതെല്ലാം നൈസാണ്. ഇതും ഓരോ അലക്കലക്കിട്ട് ഞാൻ പറഞ്ഞുതരാം നൈസാണോ അല്ലേന്നുള്ളത്. എല്ലാം ഫസ്റ്റ് ഇംപ്രഷനിൽ നൈസായിരുന്നു. ഇതും 2 അലക്കലക്കിട്ട് തന്നെ ഞാൻ വിളിക്കാം. ഓക്കെ, എന്നാ ശരി.